നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എല്ലാം കഴിഞ്ഞൊന്നും വിചാരിക്കണ്ട. ഇനിയും ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. അത് കിട്ടാം. ശരത്തിനപ്പോ പുറത്തിറങ്ങാം. എന്നാലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് അവനെ അകത്തിടാൻ പറ്റിയില്ലേ? അതെനിക്ക് സാധിച്ചത് സിദ്ധു ഉള്ളത് കൊണ്ടല്ലേ? ഞാനല്ലെങ്കിൽ വേറൊരു വക്കീല്. നിയമമാണ് പ്രധാനം, അല്ലാതെ വക്കീലൊന്നുമല്ല. ചന്ദ്രയ്ക്ക് നല്ല ക്ഷീണായിട്ടുണ്ടാവും. എന്നെ വെല്ലുവിളിച്ചിട്ടാ അന്ന് പോയത്. ജാമ്യം കിട്ടാതിരുന്നപ്പോ അവൾക്ക് മനസ്സിലായി കാണും സിദ്ധുവിനെ അങ്ങനെ അങ്ങ് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന്. അവൾക്കൊരു വിചാരമുണ്ട്, അവൾ എന്തൊക്കെയോ ആണെന്ന്. ഡിവോഴ്സിന്റെ കാര്യം പറയുമ്പോഴൊക്കെ അവൾ തട്ടിക്കയറുമായിരുന്നു. കേസ് കൊടുക്കാൻ എന്നെ വെല്ലുവിളിക്കുമായിരുന്നു. അതിന്റെ പിന്നിലുള്ള ചിന്ത ഇത് തന്നെയാണ്. കോടതി മുറിയില് എന്നെ തോൽപ്പിക്കാൻ പറ്റുന്നുള്ള അമിതമായ എന്നാൽ തെറ്റായ ആത്മവിശ്വാസം. അല്ല സിദ്ധു, ഈ റിമാൻഡ് സ്ഥിരമാക്കാൻ വല്ല വഴിയുണ്ടോ? 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം. സമർപ്പിക്കാൻ പറ്റുമെന്നറിയില്ല. അന്വേഷണം പൂർത്തിയാവണ്ടേ. കേസിൽ അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. അതിനു മുൻപ് അവൻ ജാമ്യം കിട്ടി പുറത്തു വരാനാ സാധ്യത. വന്നാൽ എനിക്കാണ് ഭീഷണി. അതെ, ശ്രദ്ധിക്കണം. എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല സിദ്ധു. ജീവിക്കണം എന്നൊരാഗ്രഹവും ഇല്ല. സുധിയേട്ടനില്ലാത്ത ഈ ഒരു ലോകത്ത് ഞാൻ മാത്രം എന്തിനാ? സുധിയേട്ടനുണ്ടല്ലോ, ഒരു ഹൃദയത്തിന്റെ രൂപത്തില്. വേറെ ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം തന്നെ. അതിനുള്ള അവസരം താൻ എനിക്ക് തരണം. നമ്മുടെ ഈ സൗഹൃദം എന്നും ഉണ്ടാവും, നമ്മളൊരാൾ മരിക്കുന്നവരെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതിന്റെ തുടക്കമാണ് ശരത്തിന്റെ ഈ റിമാൻഡ്. അങ്ങനെ ആയാൽ മതിയായിരുന്നു. എല്ലാം ശരിയാവുന്നൊരു ദിവസം അത് നമുക്കായിട്ട് വരുമെന്ന് അറിയില്ല. അതിനു വേണ്ടിയാ സിദ്ധു ഞാനിപ്പോ കാത്തിരിക്കുന്ന. ഞാനും. ഞാൻ കരുതിയതേ നീ കോടതിയുടെ ബാക്ക് ഡോറിലൂടെ ഓടി രക്ഷപ്പെട്ട് കാണുന്ന. എന്നെ ഫേസ് ചെയ്യാൻ പറ്റില്ലല്ലോ നിനക്ക്. ഒരു കേസാവുമ്പോഴേ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. ഇന്ന് തോൽക്കുന്നവര് നാളെ ജയിക്കും. ഇന്ന് ജയിക്കുന്നവൻ നാളെ തോക്കും. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നേരത്തെ നീ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായില്ലേ സിദ്ധുവിനെ നിനക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്? ആര് പറഞ്ഞു തോൽപ്പിച്ചില്ലെന്ന്? ഞാൻ സിദ്ധുവിനെ കിട്ടിയില്ലേ? അതിലും വലിയൊരു തോൽവി സിദ്ധുവിന് വരാനുണ്ടോ? ആ, അത് ശരിയാ. നിന്നെപ്പോലൊരു ലോക പരാജയത്തിനെ ഭാര്യയായിട്ട് സ്വീകരിക്കേണ്ടി വന്നത് സിദ്ധുവിന്റെ തോൽവി തന്നെ. എടി, ഇപ്പൊ ജാമ്യം തള്ളിന്ന് വെച്ചേ ഇനി കിട്ടിക്കൂടായികയൊന്നുമില്ല. ശരത്തിനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും, എന്ത് വില കൊടുത്തു. ഇനി നീ ജാമ്യത്തിൽ എടുക്കോ, റോഡിലൂടെ ആഘോഷമായിട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുപോവോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ ശരത്തകത്തല്ലേ, എനിക്കത് മതി. ഒരു ദിവസമെങ്കിലും അവനകത്ത് കിടക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ശരത്തിനെ എത്ര കണ്ട് നോവുന്നോ അത്ര കണ്ട് നിനക്ക് നോവും. ഇപ്പോഴല്ല, ശരത്ത് ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ. അതിനവൻ ജയിലിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങുവോ? എനിക്ക് സംശയമുണ്ട്. സാധാരണ തടവുകാരെ പോലെ ആര് ശരത്തിനോട് പെരുമാറില്ല. അതെന്താ, അവൻ കൊച്ചി മഹാരാജാവിന്റെ കൊച്ചുമോനാണോ? അതുകൊണ്ടല്ല, കെട്ടേണ്ട പോലെ കെട്ടിയിട്ടുണ്ട്, എല്ലാമായി. ഒരുത്തനും അനങ്ങില്ല. അത് നിന്റെ തോന്നല് മാത്രാ ചന്ദ്രൻ. നീ കാശ് കൊടുത്തു കരുതി ഒരു VIP പരിഗണന ശരത്തിന് കിട്ടാൻ പോകുന്നില്ല. ജയിൽ എന്നും ജയില് തന്നെയാടി. അത് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അവനിട്ട് കിട്ടാവുന്ന പരമാവധി ഇടി ജയിലിനകത്ത് വെച്ച് അവന് കിട്ടിയിരിക്കും. കുറെ സ്റ്റേഷനിൽ വെച്ചും കിട്ടിയിട്ടുണ്ട്.
ഇനി ജയിലും കൂടി ആവുമ്പോ അവനൊരു ലെവലാവും. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. അവൻ ഇനി വലിയ പാഠങ്ങൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതുവരെ അവൻ ഒന്നും അനുഭവിച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പൊ അതിന്റെ കാല, അവന്റെ നരക ജീവിതത്തിന്റെ കാലം. അതിന്റെ പരികർമ്മിയായി നിന്ന് കിട്ടാവുന്ന ഫീസൊക്കെ വാങ്ങിച്ചോ. അതേ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ.